ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് മഡഗാസ്കർ എപ്പിസ്കോപ്പൽ ബിഷപ്പ് കോൺഫറൻസിൻ്റെ ജനറൽ സെക്രട്ടറിയായ ബിഷപ്പ് ജോൺ ക്ലോഡ് ആണ്. അദ്ദേഹം റോമിൽ നിന്നും ഗുഡ്നസ് ടിവിയുടെ റിപ്പോർട്ടറായ ഫാദർ ജോജി പോളിനോടൊപ്പം ചേരുന്നു. Monsignor Jean-Claude, come lei ha incontrato Papa Francesco prima di andare all'ospedale? Allora, come lei sente questo momento di notizia di Papa Francesco? Adesso stiamo vivendo un momento di emozione, ma un momento di speranza anche per questa situazione del Papa Francesco. Certamente noi abbiamo incontrato il Papa il 10 di febbraio, prima che se ne andasse all'ospedale, perché di consueto noi membri della presidenza della conferenza episcopale del Madagascar siamo venuti a Roma per incontrare il Papa, anche incontrare alcuni capi di dicasteri come il segretario di Stato. Quindi abbiamo incontrato Papa Francesco, ci ha ricevuto un'udienza privata il 10 di febbraio, stava già un po' male, però ci ha accolto con sorriso, con buon umore e noi abbiamo parlato della situazione della Chiesa in Madagascar, anche della situazione del paese, perché lui ha visitato Madagascar nel 2019 e Madagascar è nel suo cuore. Quindi per noi, popolo malgascio del Madagascar, questo momento veramente è un momento di emozione e noi abbiamo già invitato tutti i fedeli del Madagascar in ogni diocesi di pregare per il Papa Francesco. ഓക്കെ, പിതാവ് പറയുകയായിരുന്നു ഫെബ്രുവരി 10-ാം തീയതി 4 ദിവസം മുമ്പ് പരിശുദ്ധ പിതാവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പായിട്ട് ഇവർക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു മഡഗാസ്കർ എപ്പിസ്കോപ്പൽ കോൺഫറൻസിലെ എല്ലാ മെമ്പേഴ്സുമായിട്ട്. അപ്പോൾ പറഞ്ഞു പിതാവിന് നേരിയ തോതിൽ അസുഖം ഉണ്ടായിരുന്നെങ്കിലും ആ സമയത്ത് പിതാവ് വളരെ പുഞ്ചിരിയോടുകൂടിയും വളരെ സന്തോഷത്തോടുകൂടിയുമാണ് ഞങ്ങളെ സ്വീകരിച്ചതെന്ന് പറയുന്നു. അതുപോലെ തന്നെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ പിതാവിൻ്റെ ഹൃദയത്തിൽ മഡഗാസ്കർ ഒത്തിരി ഉണ്ടെന്ന് പറയുന്നു. കാരണം നമുക്ക് ഓർക്കുകയാണെങ്കിൽ 2019 മഡഗാസ്കർ സന്ദർശിച്ചതാണ് പരിശുദ്ധ പിതാവ്. അപ്പോൾ ഇവരെ നേരിട്ട് അറിയാവുന്നതാണ്. അപ്പം മഡഗാസ്കറിലെ വിശ്വാസത്തെക്കുറിച്ചും അവരുടെ മിഷനെക്കുറിച്ചൊക്കെ അറിയാവുന്ന പാപ്പയ്ക്ക് വളരെ സന്തോഷത്തോടും പുഞ്ചിരിയോടുകൂടിയാണ് ഇവരെ സ്വീകരിച്ചതെന്ന് പറയുന്നു. അതുപോലെ വളരെ ഫ്രൂട്ട്ഫുള്ളായ ഒരു മീറ്റിംഗ് പാപ്പായുമായിട്ട് ഇവർ നടത്തിയെന്ന് പറയുന്നു. അപ്പോൾ ഈ അവസരത്തിൽ പാപ്പയുടെ ഈ അസുഖാവസ്ഥ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമാണെന്നാണ് പിതാവിന് പറയാനുള്ളത്. Allora, poi qual è la speranza in questo momento? Come si vede il futuro della Chiesa? Noi sappiamo che quest'anno è l'anno di speranza, anno giubilario di speranza, come ha voluto Papa Francesco, e lui ci ha diciamo invitato a vivere quest'anno nella speranza, e anche se la situazione è così un po' inquietante per il Papa, noi abbiamo sempre questa speranza perché il Signore sa come provvedere al futuro della Chiesa, e noi abbiamo fiducia nel Signore che sia fatta sempre la sua volontà. പിതാവ് പറയുന്നത് എങ്ങനെയാണ് ഈ അവസ്ഥയിലെ സഭയുടെ ഭാവി എന്ന് ചോദിച്ചപ്പോൾ മൻസിന്യർ പറയുകയുണ്ടായി. അതായത് ഈ ജൂബിലി വർഷത്തിൻ്റെ തീം എന്ന് പറയുന്നത് പ്രതീക്ഷയാണ്. സ്പെറാൻസ എന്ന് ഇറ്റാലിയനിൽ പറയും. അപ്പോൾ ഈ പ്രതീക്ഷ കൂടി ജീവിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ അവസ്ഥയിലൂടെയും കടന്നു പോകാൻ പറ്റുമെന്ന് പറയുകയാണ്. കാരണം ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ വിട്ടുകൊടുക്കണം. അത് തന്നെയാണ് നമ്മുടെ ജൂബിലി വർഷത്തിൽ പരിശുദ്ധ പിതാവ് നമ്മളോട് പറഞ്ഞതും. അതുകൊണ്ട് നമുക്ക് പ്രത്യാശയുടെ ഒരു സന്ദേശമാണ് പിതാവ് ആഗ്രഹിക്കുന്നതും നമ്മളോട് പറയുന്നതും. നമുക്ക് തുടർന്നും പരിശുദ്ധ പിതാവിന് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾ ഉയർത്താം. റോമിൽ നിന്നും ഫാദർ ജോബി കച്ചപ്പള്ളിയോടൊപ്പം ഫാദർ ജോജി പോൾ, ഗുഡ്നസ് ചാനലിന് വേണ്ടി.